ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ വീട്ടിലോട്ട് വന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സന്ധ്യയായി വന്ന് കയറിയപ്പം. അപ്പോഴത്തേക്ക് എന്താ അമ്മ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാനൊന്ന് കുളിച്ചിട്ട് വന്നിട്ട് ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് വെച്ച്. ഇപ്പം എന്താ എന്നും അച്ഛനും അമ്മയും തന്നെയല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ കയറി. ഞാൻ പറയട്ടെ, ഇപ്പം എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണുന്ന വീഡിയോയിലുണ്ടാവുന്ന കളർഫുൾനെസ് ഒന്നും എൻ്റെ വീഡിയോയിൽ ഉണ്ടാവത്തില്ല. കാരണം ഞങ്ങളുടെ സിറ്റുവേഷൻസ് അങ്ങനെയാണ്. ഇതുവരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. എൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഈ പറയണ പോലെ നല്ലതൊന്നുമില്ല. ഇനി വേണം അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനും. അങ്ങനെ ഒരു അവസരം വന്നതുപോലെ ഇപ്പോഴാന്ന് പറയാമല്ലോ. ഇപ്പോഴും പഴയതൊന്നും വിട്ടുപിടിച്ചിട്ടില്ല. പിന്നെ എന്താ പറയുക, മനസ്സിൻ്റെ ഒരു ബ്ലോക്ക് മാറി കുറേയും കൂടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു എന്നൊക്കെ അല്ലാണ്ട് അതൊന്നങ്ങ് കംപ്ലീറ്റ് വിട്ട് മാറിയിട്ടൊന്നുമില്ല. കുറേ ഹോസ്പിറ്റൽ ഇഷ്യൂസ്, അതിനെ ചൊല്ലി ഉണ്ടായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ വന്നിട്ട് ചായ ഉണ്ടാക്കി. ഇവിടെ എൻ്റെ അമ്മ, ഇവിടെ ഒരു ടീച്ചറുണ്ട് കേട്ടോ. ടീച്ചർ അമേരിക്കയിൽ പോയിട്ട് വന്നപ്പം അവരുടെ മക്കൾ കൊടുത്തു വിട്ടതാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബിസ്ക്കറ്റ്. അപ്പോൾ ഞാൻ വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയായിരുന്നു അത് പൊട്ടിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അമ്മ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അച്ഛൻ തൊഴുതിട്ട് വരുന്നു, ഇപ്പോഴേ കുളിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ബിസ്ക്കറ്റിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെന്താ, കുറേ കാര്യങ്ങളുണ്ടല്ലോ. 2-3 മാസമായി ഞാൻ വന്നിട്ടായിരുന്നത്. അപ്പോൾ ആ കാര്യമെല്ലാം പറഞ്ഞു. ഇപ്പോൾ അവർ വീഡിയോ ടോപ്പ് സിംഗർ അല്ലല്ലോ, മ്യൂസിക്കൽ വൈഫ് കണ്ടുകൊണ്ടിരുന്ന് ചായയും കൂടി എല്ലാം കഴിഞ്ഞ്. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾ പങ്കെടുത്ത വിവാഹം. അപ്പോൾ കല്യാണത്തിനൊക്കെ പോയി. വലിയ പുട്ടിയിടാണ്ട് പോയതാണ്, പക്ഷെ പുട്ടിയടിച്ച പോലെ ഉണ്ടായിരുന്നു മേക്കപ്പ്. പിന്നെ എന്താ, അത്രയ്ക്കേ ഉള്ളൂ. അപ്പം ഞാൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റ.